ഇത് ഈ കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ 4 മക്കൾക്കുമെതിരെ വലിയ ഗുരുതരമായ ആരോപണമാണല്ലോ കഴിഞ്ഞ ദിവസം വന്നത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തി, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ തരത്തിൽ. ഇപ്പോൾ അതിലെന്താ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായത്? അതായത് ഇവർ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നാണ് പറയുന്നത്. നിർബന്ധപൂർവ്വം വാഹനത്തിലൊക്കെ നിർബന്ധിച്ച് കയറ്റി കൊണ്ടുവന്ന് മർദ്ദിച്ച് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൗണ്ടർ കേസ് കൊടുത്തിരിക്കുന്നത്. 3 പെൺകുട്ടികളല്ല, കൃഷ്ണകുമാറിൻ്റെ മകളുടെ പേരിലുള്ള ദിയയുടെ പേരിലുള്ള ഒരു സ്ഥാപനമായിരുന്നു. ദിയ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഇതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്റ്റാഫുകളെ ഏൽപ്പിച്ചിട്ടാണ് അവർ ഇതിൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ സ്റ്റാഫുകൾ പൈസ വെട്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഇത്രയധികം പ്രശ്നത്തിലേക്ക് പോയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കൃഷ്ണകുമാർ ഇവരെ മർദ്ദിച്ചു എന്ന രീതിയിൽ കേസ് വന്നു. മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പിന്നീട് കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുകയും അവരുടെ QR കോഡ് വഴി പൈസ തട്ടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളത് പറഞ്ഞു. 69 ലക്ഷം രൂപ വെട്ടിച്ചു എന്ന് പറയുന്നു. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഇത് പുറത്തു വന്നത്. അപ്പോൾ അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോഴാണ് ഇവർ കാറിൽ ഈ കൃഷ്ണകുമാർ പൈസ പോയതിന് ശേഷം ഇവരെ വിളിച്ചു വരുത്തി. അപ്പോൾ കവടിയാറുള്ള ദിയയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് പൈസ വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവർ കാറിൽ വന്ന് ഇറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പക്ഷേ അവിടെ വെച്ച് വാക്കേറ്റമുണ്ടായി. സ്വാഭാവികമായിട്ടും വാക്കേറ്റമുണ്ട്. ഇത്രയും പൈസ പോകുമ്പോൾ ഏതൊരാളാണെങ്കിലും അത് സഹിക്കില്ലല്ലോ. അപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധിയൊക്കെ ഇടപെട്ട് അത് മയപ്പെടുത്തി. പിന്നീട് ഇവർ അവിടെ നിന്നും നേരെ ദിയയുടെ അമ്പലമുക്കിലുള്ള സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയും ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇവർ സ്വമേധയാ കാറിൽ കയറുന്നതും ഒരു പെൺകുട്ടി സ്വന്തം സ്കൂട്ടറിൽ തന്നെ ഇതിനെ അനുഗമിച്ച് പോകുന്നതുമായിട്ടാണ് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായത്. വക്കീൽ കൊടുത്ത ക്ലാസ് ആണെന്ന് വ്യക്തമായി. അതെ. അപ്പോൾ ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു നിലപാടാണ് ഇത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാരണം കൃഷ്ണകുമാറിനെതിരെ എന്ന് വന്നപ്പോൾ ഈ വാർത്ത വലിയ വാർത്തയാക്കി മാറ്റി. കൃഷ്ണകുമാർ സ്വന്തം മകളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ കെട്ടിയിട്ട് മർദ്ദിച്ചു, കേസ് എന്നും പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തത്. പക്ഷേ കൃഷ്ണകുമാർ പിന്നീട് വന്നിട്ട് ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങൾ വാർത്ത അങ്ങ് സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരൊന്നും ഇതിന് പ്രാധാന്യം കൊടുത്തില്ല. മറിച്ച് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് കൃഷ്ണകുമാർ ആയിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഒരു പക്ഷേ അന്തിച്ചർച്ചയ്ക്ക് വരെ ഇത് ആയതിന് കാരണമാകുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് ഇതിലൂടെ വ്യക്തമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും കൃഷ്ണകുമാർ ഒരു മകൾക്ക് ലോൺ എടുത്തൊരു സ്ഥാപനം തുടങ്ങിക്കൊടുക്കുന്നു. അവിടെ അവർ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നു. 3 സ്റ്റാഫുകളെ ജോലിക്കെടുക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി വിവാഹിതയാവുകയും അത് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തപ്പോൾ നിരന്തരം ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ഈ സ്റ്റാഫുകളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. സ്റ്റാഫുകൾ ചെയ്തത് എന്താ, അവിടുത്തെ QR കോഡിന് പകരം സ്വന്തം QR കോഡ് കാണിച്ചിട്ട് അത് വരുന്ന പൈസ 3 പേരും കൂടി ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്നിട്ട് പിന്നീട് അവരിറക്കിയത് ജാതി കാർഡ് ഇറക്കിയ ഒരു കളി നടത്തി. അതായത് ഞങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചു. അതെ, ജാതീയമായി അധിക്ഷേപിച്ചു. അതുപോലെ തന്നെ കൃഷ്ണകുമാർ മോശമായി മകളുടെ മുന്നിൽ വെച്ച് ഞങ്ങളോട് മോശമായി പെരുമാറി. അതായത് പീഡന പോലെ. ദിയയുടെ ഭർത്താവ് പൂവാലനാണ്. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ വകുപ്പുകൾ കേട്ടാൽ ഞെട്ടു. 23 വർഷവും 3 മാസവും തടവ് ലഭിക്കാവുന്ന വകുപ്പാണ്. അതോടൊപ്പം ജാമ്യമില്ലാ വകുപ്പ്. മകൾക്ക് 10 വർഷം തടവ് ലഭിക്കാവുന്ന വകുപ്പ്. അതുമാത്രമല്ല, പോലീസ് ഇത് കിട്ടി ഉടനെടുത്ത് FIR വിട്ട് എല്ലാ നടപടിക്രമങ്ങളും അങ്ങ് പൂർത്തിയാക്കി. അല്ലാതെ ഒരു കേസിനൊക്കെ അവർ പുറമെ നടന്ന എത്ര നാൾ കഴിഞ്ഞിട്ടാണ് FIR ഇടുന്നതും അതിൻ്റെ കാല് പിടിച്ചാൽ പോലും ഇടത്തില്ല. അപ്പോൾ ആ രീതിയിൽ പോലീസ് പോലും ഈ അവസ്ഥയിലേക്ക്, കൃഷ്ണകുമാർ ഒരു BJP നേതാവായതുകൊണ്ട് ഈ അയാൾക്ക് സിനിമാ നടനാണ്, അത് തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിയാണല്ലോ, ഇപ്പോൾ കൃഷ്ണകുമാർ അല്ലെങ്കിലും ഒരാളൊരു ബിസിനസ് സ്ഥാപനം ഇടുമ്പോൾ 3 സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അവരത് വിശ്വസ്തയോടെ നിൽക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ടിപ്പോൾ അവർ പറയുന്നു ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണകുമാറും മകളും പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടണം, എല്ലാ പൈസയും ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു 10,000 രൂപ ഒരു ദിവസത്തെ കച്ചവടം ഉണ്ടെങ്കിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുവാണെങ്കിൽ അവർ വൈകിട്ട് ATM നിന്ന് പൈസ എടുത്ത് തിരിച്ചു കൊടുക്കണം. അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ കണ്ടെത്താവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം അത് തന്നെ കള്ളത്തരമാണെന്ന്. പിന്നെ അതിലൊരു പെൺകുട്ടി പറയുന്നത്, എനിക്ക് ചേട്ടൻ അവളുടെ ഹസ്ബൻഡ് മാസം 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ വെച്ച് അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഇവിടെ തുച്ഛമായ പൈസയ്ക്ക് ജോലിക്ക് ചെയ്യുന്നത്. അത് അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിൽ ഇത്രയധികം തുക വരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്,
എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അതായത് പിന്നെ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഈ മുൻകാല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത കിട്ടിയാൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുക എന്നുള്ളൊരു പ്രാഥമിക പരിശോധനയുണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്തെങ്കിലും സാധനം കിട്ടിയ നേരെ അങ്ങ് ലൈവാണ്. അതിൽ വരുന്ന പാളിച്ച ഇപ്പം ലൈവ് ഏതെങ്കിലും ഒരു ചാനലിൽ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ കിട്ടിയില്ല എന്ന തരത്തിൽ ചോദ്യം വരും ഡെസ്കിൽ. അപ്പോൾ ഒരു റിപ്പോർട്ടർ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ മെനക്കെടില്ല, നേരെ മൈക്കും കൊണ്ടങ്ങ് ഇറങ്ങും. അങ്ങനെ വരുന്ന പാളിച്ചാണ് ഇതിനേറെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ശരി. അതാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് പിന്നാലെയാണല്ലോ എല്ലാ ചാനലുകളും പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ആദ്യം കൊടുത്ത ആർക്കാണ് റേറ്റിംഗ് കൂടുതൽ കിട്ടുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ റേറ്റിംഗ് ചാർട്ടുകൾ മുഴുവൻ തകിടം മറിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ റിപ്പോർട്ടർ 1-ാം സ്ഥാനത്ത് വരികയും ഏഷ്യാനെറ്റ് വർഷങ്ങളായി നിലനിന്ന ഏഷ്യാനെറ്റ് 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. തൊട്ട് പിറകിലൊക്കെ ഉണ്ടായിരുന്ന 24 ഒരുപാട് പിന്നിലേക്ക് മാറി. അതോടൊപ്പം തന്നെ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ് വന്ന ചാനൽ 5-ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു. മനോരമ ഇപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഗ്രാഫിക്സ് ഇറക്കിയിരിക്കുകയാണ്. ഒരു വിദേശിയാണ് അതിൻ്റെ ഗ്രാഫിക്സ് ഹെഡായിട്ട് വന്ന് ആ ഗ്രാഫിക്സ് പൂർത്തിയാക്കിയത്. ഇന്നലെ മുതൽ അവർ പുതിയ ഫ്രെയിമിൽ വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ മത്സരത്തിനിടയിൽ വാർത്തയുടെ ഒരു സത്യസന്ധത ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണകുമാർ ഒരു CPM കാരനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വാർത്ത ഇങ്ങനെ ആയിരിക്കില്ല. അത് നമുക്ക് കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. അത് ശരിയല്ല. ഒരു നീതിയുടെ ഭാഗത്ത് വേണം മാധ്യമങ്ങൾ നിൽക്കാൻ. അല്ലാതെ ഒരു പാർട്ടി പ്രവർത്തകനാണെന്നോ സിനിമാ നടനാണെന്നോ കരുതി അയാൾക്ക് വേറൊരു നീതി, അത് ശരിയല്ല. ഒരുപക്ഷെ ജാതീയമായി പോലും അതിനെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. കൃഷ്ണകുമാർ ഒരു മുസ്ലിമോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല വാർത്ത വരുന്നത്. ഇപ്പോൾ ആസിഫ് അലിയുടെയൊക്കെ വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളങ്ങനെ ജാതി പറയുകയല്ല, പക്ഷേ ഈ മാധ്യമങ്ങളുടെ ഒരു നിലപാട് പലപ്പോഴും അങ്ങനെ ഈ ഒരു വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിക്കും കൃഷ്ണകുമാറിനും ഒക്കെ എന്തൊക്കെ എതിരായിട്ട് വാർത്ത വന്നാൽ കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ അവർക്ക് അനുകൂലമായിട്ടൊരു വാർത്ത വന്നാൽ ഇവരാരും കൊടുക്കുകയില്ല. അത് മാത്രമല്ല, ഈ സ്ത്രീകൾ പരാതിയുമായിട്ട് വരുമ്പോൾ അത് കുറെ കൂടി ഒരു നിയമത്തിൻ്റെ ഒരു പിൻബലവും കൂടി അവർക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഇപ്പോഴത്തുള്ള നിയമ വ്യവസ്ഥകളെല്ലാം സ്ത്രീകൾ എന്താണോ പറയുന്നത് അതിൽ അവർ പരാതിക്കാരായിട്ട് വരുന്നതിൽ അതിൽ ഈ കുറ്റം ആരോപിക്കപ്പെടുന്നവൻ്റെ വ്യക്തിത്വമോ അവൻ്റെ പശ്ചാത്തലം അവൻ്റെ കുടുംബമോ ഒന്നും ചിന്തിക്കാറില്ല. ഈ സ്ത്രീകൾ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് കേസ് പോവുക, വാർത്തകൾ വരിക. ഈ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഉണ്ടായ മാനക്കേട് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതേപോലെ എത്ര ആൾക്കാർ ഒരു പരാതിയുടെ പേരിൽ മാത്രം അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. ഈ പോലീസ് പോലും FIR ഇട്ടതിന് ശേഷമാണ് പിന്നീട് അതിൽ കേസിൽ വസ്തുതയില്ലാന്ന് കണ്ട് തള്ളിക്കളയുന്നത് പോലും. അപ്പോഴത്തേക്ക് നമ്മൾ മാനം കെടാനുള്ളതൊക്കെ പീഡനത്തിൻ്റെ തന്നെ ഒരു സ്ത്രീ വെറുതെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരാൾക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ അകത്തിടും. 14 ദിവസത്തിന് ശേഷമാണ് പിന്നെ റിമാൻഡ് കഴിഞ്ഞതിന് ശേഷം കോടതി വരുമ്പോഴാണ് പീഡിപ്പിച്ചില്ല എന്ന് വന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് അയാളുടെ ജീവിതവും അയാളുടെ എല്ലാം തകർന്നു കഴിയും. പിന്നെ തെളിയിച്ചിട്ടെന്ത് കാര്യം. അതുപോലെ തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം, അതിനുശേഷം പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ തെറ്റുമ്പോൾ വിവാഹ വാഗ്ദാനം പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്. അതിലൊക്കെ കുറേ അമെൻമെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മാറ്റങ്ങൾ വരുമെന്ന് തോന്നുന്നു. ഏതായാലും ഇത്തരത്തിൽ ഈ കൃഷ്ണകുമാർ സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ ലൈംഗികമായി പോലും ആ രീതിയിൽ ഇടപെട്ടു എന്നൊക്കെയുള്ള പരാതികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ 23 വർഷം വരെയൊക്കെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ FIR ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അയാൾ ലോൺ എടുത്തൊരു സ്ഥാപനം തുടങ്ങി. അതിൽ ചെറിയ തുകയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. 68 ലക്ഷം രൂപയൊക്കെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റില്ല. തട്ടിപ്പിന് ഇരയായ അയാളുടെ വൈകാരികമായ തലങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വളരെ മാന്യമായി സൗമ്യമായി പെരുമാറണമെന്നൊക്കെ നമുക്ക് നിർബന്ധം പിടിക്കുകയും അത് പറ്റില്ല. അതിപ്പം കൃഷ്ണകുമാറിനെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പൊതു പ്രവർത്തകനും സിനിമാ നടനും ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഈ രീതിയിലെങ്കിലും ഉള്ളൊരു വഴക്ക് വന്നത്. അല്ലെങ്കിൽ തെറിയൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കുമല്ലോ, കായികമായി തന്നെ നേരിടുമായിരുന്നു.